Assalamu alaikum wa rahmatullahi wa barakatuhu. Respected Principal, Vice Principal, Chief Guest Abdul Ghafoor Sir, teachers, and my dear brothers and sisters, a very warm morning to each one of you. I, Nada, of Class 12, is here to lead the morning assembly. During this great pandemic COVID-19, when the capabilities of humankind are questioned, what one can do is only pray. So I call upon Shada of Class 10th to lead our prayers today. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Thank you, Shada. Now, to remind us of our duties towards our nation, I call upon Hiba to lead our pledge. Pledge. Hands forward. India is my country. All Indians are my brothers and sisters. I love my country. I'm proud of its rich and varied heritage. I shall strive to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity, along less may happiness. Thank you. Thank you, Hiba. Now, to share a bit of a wisdom with us, I call upon Aisha Amal for the thought of the day. Good morning all. I think you all know about the speciality of today. It's Lunar Day, so here's the thought of the day. Moonlight drowns out all but the brightest stars. Thank you. Thank you, Aisha. July 20th is an unforgettable day in the history of modern technology, as it was the day when man first set his foot on moon. And even today, space and astronomy are subjects which are as fascinating as it was back then. So let's have someone who has a better and wider view on these subjects so that he could share with us. I invite the National Teacher Award winner and NASA Media Wing member, Mr. Abdul Ghafoor, or better known as NASA Ghafoor. കൊണ്ടോട്ടി മർക്കസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചാന്ദ്രദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. കൊണ്ടോട്ടിയിൽ തന്നെ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു വിദ്യാലയമാണ് കൊണ്ടോട്ടി മർക്കസ് സീനിയർ സെക്കൻഡറി സ്കൂൾ. പ്രിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ചാന്ദ്രദിനാശംസകളും നേർന്നുകൊള്ളുന്നു. ചാന്ദ്രദിനവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ജൂലൈ 21, ചാന്ദ്രദിനം. മനുഷ്യൻ ചന്ദ്രനിറങ്ങിയതിൻ്റെ 52ാം വാർഷികം. 20ാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ അയൽഗോളമായ ചന്ദ്രനിൽ പോയി പരീക്ഷണ നിരീക്ഷണം നടത്തി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പറ്റി എന്നുള്ളത്. ഈ പദ്ധതിക്ക് നമ്മൾ കൊടുത്ത പേരാണ് അപ്പോളോ പദ്ധതികൾ. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ നാസ തയ്യാറാക്കിയ പദ്ധതിയാണ് അപ്പോളോ പദ്ധതി. അപ്പോളോ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ദൗത്യം മനുഷ്യനെ ചന്ദ്രനിറക്കുകയും സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാസ തയ്യാറാക്കിയ റോക്കറ്റാണ് സാറ്റേൺ. അതായത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള റോക്കറ്റാണ് സാറ്റേൺ. സാറ്റേൺ എന്ന് പറഞ്ഞ റോക്കറ്റിൻ്റെ മൊത്തം വലിപ്പം 110 മീറ്റർ. ഈ സാറ്റേൺ എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ അകത്ത് 2 വാഹനങ്ങൾ നാസ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് കമാൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ വാഹനവും ലൂനാർ മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ വാഹനം. കമാൻഡ് മൊഡ്യൂളിൻ്റെ ജോലി ഇവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള വാഹനം, അത്ര ഓർക്കുക. ലൂനാർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനിറങ്ങാനും അവിടുന്ന് തിരിച്ചു വന്നാലും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അപ്പോളോ യാത്രികരായിട്ട് 3 പേരാണ് ഒരേ സമയം യാത്ര ചെയ്യുക. അതിൽ 2 പേർ ലൂനാർ മൊഡ്യൂൾ കയറി ചന്ദ്രനിറങ്ങുന്നു. 3ാമത്തെ ആൾ അവർക്ക് തിരിച്ചു വരുന്ന കമാൻഡ് മൊഡ്യൂളിൽ അവർ തിരിച്ചു വരുന്ന ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ 3 പേരും ഭൂമിയിൽ തിരിച്ച് കടലിൽ വെള്ളത്തിൽ വന്നിട്ടാണ് ഇറങ്ങിയത്. സാധാരണ വിമാനം പോലെ എയർപോർട്ടിലോ മറ്റൊന്നുമല്ല, അങ്ങനത്തെ സംവിധാനങ്ങൾ പരിമിതമാണ്. അപ്പോൾ ഒരു പാരച്ചൂട്ട് നിവർന്ന് കടലിൽ വെള്ളത്തിൽ വന്നിട്ടാണ്
കടലിൽ വെള്ളത്തിൽ വന്ന് വീഴുന്ന ഇവരെ അവിടുന്ന് കരയിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കരയിലെത്തിക്കഴിഞ്ഞാൽ ഈ 3 പേരെയും 21 ദിവസം മാറ്റിപ്പാർപ്പിക്കും. ഇവർക്ക് വല്ല രോഗങ്ങളോ അസുഖങ്ങളോ റേഡിയേഷൻ മൂലമുള്ള അസുഖങ്ങളോ പിടിപെട്ടിരിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 21 ദിവസം മാറ്റിപ്പാർപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയും. ഈ വാക്ക് നമ്മളിപ്പോൾ ഒരുപാട് സുപരിചിതമാണ്. 1969 കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് അപ്പോളോ യാത്രയിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് കൂടിയായിരുന്നു ക്വാറന്റൈൻ. 21 ദിവസം വരെ മാറ്റിപ്പാർപ്പിക്കും. ആ 21 ദിവസം മാറ്റിപ്പാർപ്പിച്ച ശേഷം അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാക്കിയ അപ്പോളോ പദ്ധതിയിൽ അപ്പോളോ 7 മുതൽ 17 വരെയാണ് മനുഷ്യൻ കയറിയ അപ്പോളോ യാത്രകൾ. അതിൽ അപ്പോളോ 11, 12, 14, 15, 16, 17 എന്നീ യാത്രകളാണ് മനുഷ്യൻ ചന്ദ്രനിറങ്ങുന്നത്. അപ്പോളോ 13 ചന്ദ്രനിറങ്ങാൻ പറ്റാതെ ഒരു അപകടം സംഭവിച്ച് തിരിച്ചു ഭൂമിയിലേക്ക് മടങ്ങി വരേണ്ടതാണ്. മടങ്ങി വന്ന വാഹനം. അങ്ങനെ അപ്പോളോ 1 യാത്രികനായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തി കൂടിയാണ് നീൽ ആംസ്ട്രോങ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങിയ 2ാമത്തെ വ്യക്തിയായിരുന്നു എഡ്വിൻ ആൾഡ്രിൻ. തിരിച്ചു വരാനുള്ള വാഹനം നിയന്ത്രിച്ച കമാൻഡ് മോഡിൽ നിയന്ത്രിച്ച 3ാമത്തെ വ്യക്തിയായിരുന്നു മൈക്കൽ കോളിൻസ്. അപ്പോൾ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ്, ഈ 3 പേരുമായിരുന്നു അപ്പോളോ 11 യാത്രികർ. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ് എടുത്തൊരു ഫോട്ടോ ആണ്. എഡ്വിൻ ആൾഡ്രിൻ ചന്ദ്രനിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അച്ചടിച്ചുള്ള ഫോട്ടോകളിൽ ഒന്നാണ്. ഞാൻ നിങ്ങളെ വളരെ അപൂർവമായൊരു ഫോട്ടോ ഇവിടെ കാണിക്കുകയാണ്. ഈ ഒരു ഫോട്ടോ മാത്രമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിൽക്കുന്ന ഒരേ ഒരു ഫോട്ടോ. ഇവിടെ ലൂനാർമണിൻ്റെ അടുത്ത് നീൽ ആംസ്ട്രോങ് നിൽക്കുന്നത് കാണാം. ബാക്കിയുള്ള നമ്മൾ ചന്ദ്രനടുത്ത് കാണുന്ന മനോഹരമായ ഫോട്ടോകൾ, എല്ലാ ഫോട്ടോകളും എഡ്വിൻ ആൾഡ്രിനാണ്. കാരണം ഫോട്ടോ എടുക്കുന്ന ക്യാമറ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കയ്യിലായിരുന്നു. അവസാനം എഡ്വിൻ ആൾഡ്രിൻ്റെ കയ്യിൽ ക്യാമറ കിട്ടിയപ്പോൾ എടുത്ത ഫോട്ടോയിൽ ആകെ ഈ ഒറ്റ ഫോട്ടോയിൽ മാത്രമേ നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഫോട്ടോ കിട്ടിയുള്ളൂ. ഇത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിൽക്കുന്ന ഒരേ ഒരു ഫോട്ടോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോളോ 11 ശേഷം ചന്ദ്രനിറങ്ങി അപ്പോളോ 12. അതിൽ ചന്ദ്രനിറങ്ങി ഒന്ന് ഇദ്ദേഹം ചാൾസ് പീറ്റ് കോൺറാഡ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി അലൻ ബി. തിരിച്ചൊരാളെ വാഹനം തെറിച്ചു റിച്ചാർഡ് ഗോർഡൻ. അപ്പോളോ 12 ശേഷമാണ് അപ്പോളോ 13 ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങിയത്. പക്ഷേ ചന്ദ്രനിറങ്ങാൻ പറ്റാതെ ഒരു അപകടം സംഭവിച്ച് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവർ കൊണ്ടുപോയ ഒരു ഓക്സിജൻ ടാങ്കിൻ്റെ ശ്വസിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഓക്സിജൻ ടാങ്കിൻ്റെ 3 ഓക്സിജൻ ടാങ്കിൽ ഒന്ന് പൊട്ടിത്തെറിച്ച് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ 3/4 ഭാഗം ശൂന്യാകാശത്ത് ചോർന്നുപോയി. ആ ചന്ദ്രനിറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവില്ല എന്ന് കരുതി അവർ ചന്ദ്രനിറങ്ങാതെ തിരിച്ചു ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. അതിലൊന്ന് ഇയാളായിരുന്നു ജിം ലോവൽ. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങാണ്ടായിരുന്ന ഫ്രെഡ് ഹെയ്സ്. തിരിച്ചൊരാളുടെ വാഹനം തിരിച്ചിരുന്ന ജാക്ക് സ്വൈഗാർഡ്. അപ്പോളോ 13. ഇതവിടെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചൊരു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പഠിക്കാൻ പറ്റും. അപ്പോളോ 13 ശേഷം ചന്ദ്രനിറങ്ങി അപ്പോളോ 14. അത് ചന്ദ്രനിറങ്ങി ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് അലൻ ഷെപ്പേർഡ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി എഡ്ഗാർഡ് മിച്ചൽ. തിരിച്ചൊരാളുടെ വാഹനം തെറിച്ചു സ്റ്റുവർട്ട് റൂസ. അപ്പോളോ 14. അപ്പോളോ 14 ശേഷം ചന്ദ്രനിറങ്ങി അപ്പോളോ 15. ഒന്ന് ഇദ്ദേഹം ഡേവിഡ് സ്കോട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി ജെയിംസ് ഇർവിൻ. തിരിച്ചൊരാളുടെ വാഹനം തെറിച്ചു ആൽഫ്രഡ് ബോർട്ടൻ. അപ്പോളോ 15 ശേഷം ചന്ദ്രനിറങ്ങിയ അപ്പോളോ 16 ചന്ദ്രനിറങ്ങിയ ജോണിയൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങി ചാർലി ഡ്യൂക്ക്. തിരിച്ചൊരാളുടെ വാഹനം തെറിച്ചു തോമസ് കെ മാറ്റിൻലി. അങ്ങനെ അപ്പോളോ യാത്രികളിലെ ഏറ്റവും അവസാനത്തെ അപ്പോളോ ആയിരുന്നു അപ്പോളോ 17. അതിൽ ചന്ദ്രനിറങ്ങി ഒന്ന് യുജീൻ സർനാൻ, ഹാരിസൺ ജാക്ക് സ്മിത്ത്, റൊണാൾഡ് ഇവാൻസ്. അങ്ങനെ അപ്പോളോ 1 മുതൽ 17 വരെ യാത്രകളുണ്ടായെങ്കിലും അപ്പോളോ 1 തൊട്ട് 7 വരെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷണ പറക്കലുകളായിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടത് 12 പേരാണ് ചന്ദ്രനിറങ്ങി നടന്നത്. ആ 12 പേരിൽ 8 പേര് മരിച്ചുപോയി. ബാക്കി 4 പേര് ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നേട്ടമായിരുന്നു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ അയൽഗോളമായ ചന്ദ്രൻ പോയി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്താൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അപ്പോളോ യാത്രകളുടെ ഓർമ്മ പുതുക്കുന്ന ഈ ചാന്ദ്രദിനത്തിൽ വിദ്യാലയങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും. ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ സജീവമായി പങ്കെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ. Thank you for the informative speech, sir. Everything should be made as simple as possible, but not simpler. By these great words of Albert Einstein, let's wind up our morning assembly. Assalamu alaikum and have a nice day.
പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ. അക്ഷരദീപം കൊളുത്തി അത്ഭുത ലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുത ലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീണായി മാറ്റും വിശ്വം മുഴുവൻ വീണായി മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേ.